ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പേ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഇമ്പോർട്ടഡ് കുക്ക് വെയർസിൻ്റെ. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോണേനെ കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി ഇതിൽ എങ്ങനെയെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കൂടെ നോക്കിയാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറാണ് കേട്ടോ, നമ്മുടെ ഇമ്പോർട്ടഡ് കുക്ക് വെയറിൽ ഞാൻ കുക്കറാണ് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുക്കറിൽ എങ്ങനെയൊക്കെയാണ് അതിൽ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസ്പോണ്ട് ചെയ്തതും വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിക്കൻ ഒരു സ്പെഷ്യൽ കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആ കറി എങ്ങനെ വെക്കാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. ചിക്കൻ വാഷ് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ലെമൺ ജ്യൂസും ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്താൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ നമ്മുടെ ചിക്കൻ. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ നമ്മുടെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ, ഈ മിക്സിയിലിട്ട് ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറുവാപ്പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതെല്ലാം ഞാൻ തല്ലി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാനത് ഫ്രൈ ആക്കും, അല്ലെങ്കിൽ അത് ചില്ലിയോ പെരട്ടോ എന്തെങ്കിലും വെക്കും കേട്ടോ. അത്രയുടെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ കുക്കർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനല്ലേ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഓയിലൊക്കെ വളരെ കുറച്ച് മതി. പിന്നെ നമ്മുടെ കറിയൊക്കെ ഇല്ലേ, നമ്മുടെ സവാള ആയിരുന്നാലും നമ്മളൊന്ന് ചൂടാക്കി ഇടുമ്പോൾ അടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയുടേതാണ് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ബാക്കി നമ്മുടെ മസാലകളൊക്കെ ഇട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മുടെ ഉള്ളി ഞാനൊന്ന് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടപ്പോൾ തന്നെ ഓയിൽ നല്ലതുപോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കിതിന് ഓയിൽ കുറച്ച് മതി എന്നുള്ളത്. പിന്നെ കുക്ക് ചെയ്തപ്പോഴും അത്യാവശ്യം ഓയിലൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഫ്രൈ ആയതിനു ശേഷം ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒന്ന് വഴണ്ടി വരട്ടെ. പിന്നെ ഈ കുക്കറിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം. കാരണം അത് അതിൻ്റെ സ്റ്റെപ്പ് എത്തുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്ക് അടുത്തൊരു ജോലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാം. അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്, കാരണം അടിയിലൊന്നും പിടിക്കത്തില്ല. നമ്മൾ സേഫ് സോണാണ്. നമ്മൾ അടുത്തേക്കുമ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓവറല്ല കേട്ടോ, ഓവർ ഹൈ ഫ്ലെയിം അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സിലിക്കോണിൻ്റെ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ ഇന്ന് നമ്മുടെ ദീപാവലി നൈറ്റും കൂടെയാണ്. അപ്പോൾ മക്കളെല്ലാവരും പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളി ഒന്ന് വൈകിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയില്ലാത്തത് ക്ലീനാക്കി ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് നടക്കും, നമ്മുടെ കിച്ചണും ക്ലീനാവും. കാരണം നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഉള്ളി ഒന്ന് വൈകിട്ട് വരാനുള്ള സമയമുണ്ട്, നമുക്കിവിടെ ക്ലീനിങ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ കെറ്റിൽ വെള്ളം ഉണ്ടെങ്കിലും ഞാൻ ചുമ്മാ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തിളയ്ക്കുന്നതാണ്, നല്ല ക്യൂട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഈ ബ്ലൂ ലൈറ്റൊക്കെ ഫസ്റ്റ് നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പേ വരുന്നതാണ്. നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ജോലി ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി മസാലയൊക്കെ തേച്ചിട്ടൊന്ന് ഫ്രീസറിൽ വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാലകളെല്ലാം ഇതുപോലെ അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ നമ്മുടെ ഉപ്പൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമുക്കിവിടെ കുറച്ച് സ്പൈസി എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുരുമുളകും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല അത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകട്ടെ. ആ സമയം കൊണ്ട് ഇപ്പുറത്തെ സ്റ്റവിൽ ഞാൻ നമ്മുടെ ചപ്പാത്തി കല്ലും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ഈ സ്പെഷ്യൽ ചിക്കൻ കറിയോടൊപ്പം നമ്മുടെ ചപ്പാത്തി ചേർത്തുള്ളേ. അപ്പോൾ നമ്മുടെ കറിയിൽ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ റെഡി ടു കുക്കിൻ്റെ ഇതാണ്, ചപ്പാത്തിയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് മറിച്ചും തിരിച്ചിട്ടാൽ മതി കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ എനിക്കിത് ഒരുപാട് യൂസ് ആകുന്നുണ്ട് കേട്ടോ, നമ്മുടെ റെഡി ടു കുക്കിൻ്റെ. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല, ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വാങ്ങിച്ച് വെക്കാറുള്ളൂ. കൊതി തോന്നുമ്പോൾ ഇതുപോലെ ചിക്കൻ കറി അങ്ങനെ സ്പെഷ്യലായിട്ട് വെക്കണമെങ്കിൽ എനിക്ക് ചപ്പാത്തി ഭയങ്കര കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഇതിനൊരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് തരും കേട്ടോ. നിങ്ങൾ എന്തായിരുന്നാലും മസ്റ്റായിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു കറി. എന്നിട്ടൊന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ റെഡി ആകുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വെള്ളം മാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിരുന്നു. അതും കൂടെ നല്ലതുപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ മസാലയും കൂടെ എല്ലാം ഒന്ന് ഇളക്കി നല്ലതുപോലെ മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ കുക്കർ നല്ലതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ സാധാ പ്രഷർ കുക്കർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വിസിലൊക്കെ റിലീസ് ചെയ്തിട്ട് മാത്രമല്ലേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ കുക്കിൻ്റെ വേവ് എത്രത്തോളം അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വിസിലിൻ്റെ സൗണ്ടൊന്നും ഇതിൽ കേൾക്കത്തില്ല കേട്ടോ, നമുക്ക് എത്ര വിസിലായെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, കാരണം നമ്മുടെ വിസിലനുസരിച്ചാണല്ലോ നമ്മൾ നമ്മുടെ വേവ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പക്ഷേ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. നമുക്ക് വിസിൽ റിലീസ് ആവണം എന്നില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ നമുക്ക് വേവ് അറിയണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ കുരുമുളക് ഉപ്പും കുറവായതുകൊണ്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ അത് ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിസിൽ തന്നെ റിലീസ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ആള് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ, വിസിൽ വരുന്ന സൗണ്ടൊന്നും കേൾക്കത്തില്ല. സൈലൻ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കിച്ചണിലൊരു വെറൈറ്റി ലുക്കൊക്കെ തരുന്നുണ്ട്. പിന്നെ ഓയിൽ നമുക്ക് അധികം യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. കുക്കിംഗ് ഒക്കെ വളരെ ഈസിയാണ്, ക്ലീനിങ് അതിനേക്കാട്ട് ഈസിയാണ്. എല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ ചപ്പാത്തിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് കഴിച്ച് നമ്മുടെ പടക്കമൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇതിലൊരു ലോക്കുണ്ട്, അതും ഭയങ്കര ഒരു സ്പെഷ്യലാണ്. ഇതിൽ തന്നെ ഓപ്പൺ ഒന്നും ക്ലോസ് ഒന്നും എല്ലാം എഴുതിയിട്ടുണ്ട്. അത് ലോക്ക് ചെയ്യുന്നത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കളർ തീമും എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്ത നമ്മുടെ കുക്ക് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിലും നമുക്ക് കുക്ക് ചെയ്ത് നോക്കണ്ടേ എന്തൊക്കെയാണ് സ്പെഷ്യൽ, എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് കമന്റ് ചെയ്തൊക്കെ ഒന്ന് വെച്ചേക്കാം കേട്ടോ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.